ഹലോ, ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ കംപ്ലീറ്റ് സെറ്റിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നട്ട്സ് സെറ്റ് ചെയ്ത് ഞാൻ ഓൾറെഡി ഷോപ്പിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഹാമ്പേഴ്സൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കാണിക്കാം. ഫസ്റ്റ് അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ബോക്സിലേക്ക് സെറ്റാവുന്ന രീതിയിൽ തെർമോക്കോൾ കട്ട് ചെയ്തിട്ട് അതൊരു വൈറ്റ് ഷീറ്റ് കൊണ്ട് ഞാൻ കവർ ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ കവർ ചെയ്തെടുത്ത തെർമോക്കോൾ ഈ ബോക്സിലേക്ക് സെറ്റാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ബോക്സിൽ ഞാൻ ബോണ്ടിയും ടിക്സുമാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഫുൾ ബോണ്ടീസും മറ്റേ സൈഡിൽ ടിക്സുമാണ് സെറ്റ് ചെയ്യുന്നത്. ഈ ബോക്സിൻ്റെ ലിഡുമ്പോൾ ഒരു കവറിങ് വരുന്നുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് ബോക്സ് ക്ലോസ് ചെയ്യാനായിട്ട്. ഈ ബോക്സ് അക്രിലിക് ബോക്സിൻ്റെ ഒരു ഡ്യൂപ്പ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇതിന് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ കുറച്ചൊരു പ്രീമിയം ലുക്കായിട്ട് കിട്ടുകയും ചെയ്യും. പ്രീമിയം ലുക്ക് എന്നല്ല, പക്ഷെ ഒരു അക്രിലിക് ബോക്സിൻ്റെ ഒരു ലുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ അത്രയും എക്സ്പെൻസീവും അല്ല. അക്രിലിക് ബോക്സസ് നമ്മൾ ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ബോക്സിൽ തന്നെ 500 to 600 റേറ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാവുമ്പോൾ ഒരു 200-ൻ്റെ ഉള്ളിലേ ഒരു ബോക്സിന് വരുള്ളൂ. അപ്പോൾ നമുക്ക് ബോക്സിന് ഒരുപാട് എക്സ്പെൻസ് കളയാതെ ചോക്ലേറ്റ്സ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കുറച്ചുകൂടെ ചെറിയൊരു ബോക്സിലാണ്. ഇതിൽ നമ്മൾ കിൻഡർ ബ്യൂണോയും കിറ്റ്കാറ്റിൻ്റെ ചങ്കിയും പിന്നെ ഒരു ബോണ്ടിയുമാണ് സെറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റും ഒരു കുട്ടി ബോക്സ് തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ സ്നിക്കേഴ്സും പിന്നെ ഡയറി മിൽക്ക് സിൽക്കുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു സെയിം ബോക്സ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ ഫ്ലൂട്ട്സും പിന്നെ കിറ്റ്കാറ്റ് 25-ൻ്റെ 2 ആഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മളൊരു ഗിഫ്റ്റ് ബോക്സാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മളൊരു 1.5 കിലോ നോർമൽ ചോക്ലേറ്റ്സ് ലൂസ് ചോക്ലേറ്റാണ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നട്ട്സാണ്. നട്ട്സ് പിന്നെ ഞാൻ ഓൾറെഡി ഷോപ്പിൽ നിന്ന് സെറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതെങ്ങനെയാണ് ഓരോന്നും ഡെക്കറേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബോക്സിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊരു ബോ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് അതൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഈ സെൻറ്ററിലായിട്ട് ഒരു കുഞ്ഞു തെർമോക്കോളിൻ്റെ പീസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് സെൻറ്ററിൽ കൊടുക്കുന്ന ഫ്ലവർ ഗ്ലൂ ചെയ്തതിന് ശേഷം സെൻറ്ററിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ആ ഫ്ലവറിന് ചുറ്റും അത് കവർ ചെയ്യുന്ന രീതിയിൽ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സെൻറ്ററിലൊന്നും ചുറ്റും ഒരു 6 ഫ്ലവേഴ്സ് ആ രീതിക്കായിരിക്കും വേണ്ടി വരിക. അപ്പോൾ ഒരു ബോക്സുമൊക്കെ മൊത്തം 7 ഫ്ലവേഴ്സ് വരുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്യാറ്. അപ്പോൾ ഇനി ഫ്രണ്ടിലൊരു ഫ്ലവറും കൂടെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ വേറൊരു ഫ്ലവർ കൊടുക്കുക. അപ്പം നമ്മൾ 2 കളേഴ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് കൊടുക്കാൻ നോക്കുക. അതല്ല നമ്മൾ വേറെ വേറെ ഷെയ്ഡ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് ആയിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ സെയിം കളർ ഫ്ലവർ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വയ്ക്കുക. അപ്പോൾ വൈറ്റിന് നേരെ ഓപ്പോസിറ്റ് വീണ്ടും വൈറ്റ് വരുന്ന രീതിയിൽ, പിന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ടല്ലോ അതിന് നേരെ ഓപ്പോസിറ്റ് ഓറഞ്ച് ഷെയ്ഡ് ഫ്ലവർ തന്നെ വരുന്നത്. അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഞാൻ ഫോക്സ് ബോളാണ് യൂസ് ചെയ്യുന്നത്. ഈ കേക്കിലൊക്കെ വെക്കില്ലേ, ആ ഫോക്സ് ബോളിൻ്റെ ഗോൾഡൻ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട സ്ഥലത്ത് സ്റ്റിക്ക് ചെയ്യുക. അതുപോലെ വളരെ റാൻഡമായിട്ട് ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ ഓവറായിട്ടല്ലാതെ ഒരു ബോക്സുമ്പോൾ 2-3 വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ഗോൾഡൻ ലീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗോൾഡൻ ലീഫും പിന്നെ ഇതേപോലെ ഗോൾഡൻ ബീഡ്സും ഇത് രണ്ടും കൂടെ നമുക്ക് അതിൻ്റെ ഇടയിൽ റാൻഡമായിട്ട് ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ബീഡ്സ് വെച്ച പോലെ തന്നെ ലീഫും നമുക്ക് ഇടയിലൊക്കെ വെക്കാം. ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ നമ്മൾ ഇപ്പോൾ അവിടെ സെറ്റായില്ലെങ്കിൽ എവിടെയാണോ നമുക്ക് സെറ്റ് ആവുന്നത്
ആ രീതിക്ക് മാറ്റി മറിച്ചും വെച്ച് നോക്കുക. ഏതാണോ കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത് അവിടെ സെറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുക. പിന്നെ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതൊക്കെ നിയർ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. ഈ കേക്കിൻ്റെ ഷോപ്പുകളിൽ അധികം ഇപ്പോൾ ക്രാഫ്റ്റ് മെറ്റീരിയൽസും കിട്ടാറുണ്ട്. കേക്ക് ബേക്ക് ചെയ്യുന്ന ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളിലൊക്കെ ഇല്ലേ, അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഗ്രീൻ ലീവ്സ് ചുറ്റിലും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ ലീവ്സ്, ഇതും മറ്റേ ഞാൻ നേരത്തെ കാണിച്ച ഗോൾഡൻ ലീവ്സിൻ്റെ കുറച്ചും കൂടെ വലിയൊരു വേർഷനാണ്. അപ്പം ഈ ഗ്രീൻ ലീവ്സ് അടിയിൽ കൊടുത്തിട്ട് അതിന് ശേഷം അതിൻ്റെ ഇടയിലായിട്ട് ഗോൾഡൻ ലീവ്സ് കൊടുക്കുക. ഫുള്ളൊന്നും കൊടുക്കുന്നില്ല, ഫ്രണ്ട് ഭാഗത്ത് മാത്രം ഒരു 2 കൊടുക്കുന്നുണ്ട്. ആ രീതിക്കാണ് ഞാൻ ഈ ബോക്സ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ ബോക്സസും സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എല്ലാത്തിൻ്റെയും കാണിക്കുന്നില്ല, എല്ലാതും ഒരേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് പിന്നെ നമ്മുടെ ട്രെൻഡിങ് ബൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഒക്കെ ചെയ്യുന്ന വീഡിയോ പിന്നെ ഞാൻ സെപ്പറേറ്റ് ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മളിത് ഓൾറെഡി ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണം എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം ചെയ്യാം. പിന്നെ അവർക്കൊരു സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു നെക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അക്രിലിക്കിൻ്റെ ബേസ് സൈസ് പറഞ്ഞ് കട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് കളറിലാണ് കട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മേലെ ആ നെക്ക് ഗ്ലൂ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്തിട്ട് ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്ലവർ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിരുന്നു, പക്ഷെ അത് മിസ്സായിപ്പോയി, സോറി. അപ്പം അത്രയും സാധനങ്ങളാണ് അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലിനി ഡീറ്റെയിൽ ആയിട്ട് ഇനി എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. സെറ്റ് ചെയ്യാനുണ്ടായിരുന്ന ഒരു ബ്രേസ്ലെറ്റ്, ഇയറിങ്സ്, വാച്ച്, പിന്നെ പെർഫ്യൂം, പിന്നെ ഒരു ചെരുപ്പ്, ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഒരു വലിയ അക്രിലിക്കിൻ്റെ ബോക്സ് വാങ്ങിച്ചിട്ട് അതിനകത്തായിരുന്നു ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഹാമ്പേഴ്സിൻ്റെ ഫൈനൽ ലുക്ക് കാണാം.